അസ്സലാമു അലൈക്കും. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈമുൻസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വീട്ടിൽ തന്നെ ചീസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ചീസ് ഇട്ടിട്ടുള്ള ഒരുപാട് ഐറ്റംസ് നമ്മളെ അടുത്തുണ്ടല്ലേ. ഇപ്പം പിസ്സ ആയാലും അല്ലാതെ പല സ്നാക്സും ചീസ് ഇട്ടിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഈ ചീസ് ഇട്ടുകൊണ്ട് നമ്മൾ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത് അതിനൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഈ ചീസ് ഉപയോഗിക്കാനും പറ്റും. അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു പാക്കറ്റ് പാലൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒന്നങ്ങ് ചൂടാകാനായി വെച്ചിട്ടുണ്ട്. ഒരുപാട് ചൂടായിട്ട് തിളച്ച് വരണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. നമ്മൾ കൈയിട്ട് നോക്കുമ്പോൾ ഒന്ന് ചൂടായി എന്ന് കാണുമ്പം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിലേക്ക് കുറച്ച് വിനിഗർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വിനിഗർ ചേർത്തിട്ടുണ്ട്. പോരാന്ന് തോന്നുവാണെങ്കിൽ, അതായത് ഈ പാല് നന്നായി പിരിഞ്ഞ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വിനിഗർ പിന്നെ ചേർത്ത് കൊടുക്കണം. ഇപ്പം ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പാല് പിരിഞ്ഞിട്ട് പാലിലുള്ള ആ വെള്ളം വേറെയും ഈ ചീസിൻ്റെ ആ ഒരു പാർട്ടിക്കിൾ വേറെയായിട്ട് കിട്ടും. ചീസ് ഉണ്ടാക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പാൽ ഒരുപാട് അങ്ങ് ചൂടായി പോരുത്. ജസ്റ്റ് ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വിനീഗറോ നാരങ്ങനീരോ ഇട്ട് കൊടുക്കണം. അപ്പം ഞാനിപ്പം കുറച്ച് വിനീഗറാണ് ഇട്ട് കൊടുത്തത്. അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ചായിട്ട് കിട്ടുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒരു അരക്കപ്പ് മൊത്തത്തിൽ അങ്ങ് ആദ്യം വിനീഗർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പിരിച്ചെടുക്കാം. എന്നിട്ട് വേണമെങ്കിൽ അരിപ്പയിലിട്ടിട്ട് അരിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ ഓരോന്നായിട്ട് ചെയ്തെടുക്കുകയാണ്. കാരണം ഒരു തവണ എനിക്ക് ഒരു മിസ്റ്റേക്ക് പറ്റിപ്പോയി. കുറച്ചധികം ചൂടായിട്ട് ഞാൻ നാരങ്ങ നീരിട്ട് കൊടുത്തപ്പം അത് പനീറായിട്ടാണ് എനിക്ക് കിട്ടിയത്, ചീസായിട്ടില്ല. ഇതിപ്പം പാല് നന്നായി പിരിഞ്ഞ് വന്നിട്ട് എനിക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് കൈകൊണ്ട് തൊടാൻ പറ്റുന്ന കുറച്ച് ചൂടുവെള്ളം എടുക്കാം. ആ ചൂടുവെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ആ ചൂടുവെള്ളത്തിലേക്ക് ഇതങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പം പാൽ ഒരുപാട് അങ്ങ് പിരിഞ്ഞ് വന്നിട്ടില്ല. ഞാനിപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ കുറച്ചും കൂടെ വിനീഗർ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഒരു പാക്കറ്റ് പാലല്ലേ ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നോക്കിയിട്ട് വിനീഗർ ചേർത്ത് കൊടുക്കുന്നത്. കൂടിപ്പോയാലും പ്രശ്നമാണല്ലോ. അപ്പം ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വിനീഗർ വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കുമ്പം പാലിൽ നിന്ന് ആ വെള്ളം വേറെയും ഈ ചീസ് വേറെയായിട്ട് കിട്ടും. കണ്ടോ, ഇപ്പം വെള്ളത്തിൽ നിന്നും ആ ചീസ് വേറെ തന്നെ ആയിട്ട് വരുന്നുണ്ട്. വെള്ളം കളറൊക്കെ മാറി വന്നിട്ടുണ്ട്, ലൈറ്റായിട്ട് കളറ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ നിന്നും കോരി എടുത്തിട്ട് ആ ചൂടുവെള്ളത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതിപ്പം ഞാനിങ്ങനെ അരിപ്പയിലെടുത്ത് ഇങ്ങനെ ഇടുന്നതേ ഉള്ളൂ. അല്ലാതെ നമുക്ക് നന്നായിട്ട് പിരിഞ്ഞ് വന്നാൽ വലിയൊരു അരിപ്പയിലേക്ക് മൊത്തത്തിലങ്ങ് ഇട്ടിട്ട് അരിച്ചെടുക്കാനും പറ്റും. അങ്ങനെ പാലിൽ നിന്നും പിരിഞ്ഞതെല്ലാം ഞാൻ എടുത്തിട്ട് ഈ ഒരു വെള്ളത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ വിനീഗർ ഇട്ടിട്ടുണ്ട്. അഥവാ കിട്ടുമെങ്കിൽ കുറച്ചുകൂടെ ചീസ് നമുക്ക് ഇതിൽ നിന്നും കിട്ടുമല്ലോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ചൂടുവെള്ളത്തിലിട്ടത് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് കൈവെള്ളയിലേക്ക് വെച്ചിട്ട് നന്നായി ഉരുട്ടി നമുക്ക് എത്രത്തോളം ഇതിൽ നിന്ന് വെള്ളം പുറത്തേക്ക് എടുക്കാൻ പറ്റുമോ അത്രയും നമുക്ക് ഉരുട്ടിയിട്ട് നന്നായി പിഴിഞ്ഞിട്ട് വെള്ളം പുറത്തേക്ക് എടുക്കണം. 2-3 തവണ ഇങ്ങനെ ആ വെള്ളത്തിലിട്ടിട്ട് നന്നായി ഒന്നങ്ങ് ഉരുട്ടി വെള്ളം മൊത്തം അങ്ങ് പിഴിഞ്ഞെടുക്കണം. ഇങ്ങനെ ഒരു 3-4 തവണ ഇതേപോലെ ചെയ്യണം. വെള്ളത്തിൽ വെക്കുമ്പോൾ അങ്ങനെ വെള്ളത്തിലേക്ക് അങ്ങ് അലിഞ്ഞൊന്നും പോവില്ല. അപ്പം വെള്ളത്തിലിട്ട് നന്നായി ഒന്നങ്ങ് പിഴിഞ്ഞെടുക്കാം. വെള്ളം എത്രത്തോളം നമുക്ക് പോക്കാൻ പറ്റുമോ അത്രയും കൈകൊണ്ട് പിഴിഞ്ഞിട്ട് അതങ്ങ് പോക്കിയെടുക്കണം. ഒരു 3-4 തവണ ചെയ്യുമ്പോഴേക്കും ഇതിൻ്റെ ആ ഒരു ശരിയായ ടെക്സ്ചർ നമുക്ക് കിട്ടും. ഇത് ഞാൻ ഫസ്റ്റ് ഒരു വീഡിയോ കണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്ത് നോക്കിയത്. നന്നായിട്ട് ശരിയായി എനിക്ക് വന്നിട്ടുണ്ട്. നല്ലൊരു എന്താ പറയുക, നമ്മൾ വാങ്ങുന്ന ആ ഒരു ചീസിൻ്റെ ആ ഒരു പെർഫെക്ഷനിൽ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അന്ന് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രണ്ടാമത് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് എല്ലാം ശരിയാക്കി വെച്ചു. നോക്കുമ്പോൾ പാൽ കുറച്ച് ചൂട് കൂടുതലായതുകൊണ്ട് എനിക്ക് ഇതേപോലെ കിട്ടിയിട്ടില്ല, പനീറായിപ്പോയി അത്. അപ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. പാല് ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതിലേക്ക് വിനീഗർ അങ്ങ് ഇട്ട് കൊടുക്കണം. അങ്ങനെ നമ്മുടെ ചീസ് ഞാനിപ്പം നന്നായി പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വേറൊരു ഡബ്ബയിലേക്ക് ഇട്ടിട്ട് അല്ലെങ്കിൽ ഒരു ക്ലീൻ ഫിലിമിലേക്ക് വെച്ച് റാപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അങ്ങനെ ഞാനിപ്പോൾ ഇതൊരു റൗണ്ട് ഡബ്ബയിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ നമുക്ക് വേണ്ടുന്ന സമയത്ത് സാധാരണ നമ്മൾ ചീസ് എടുക്കുന്നത് പോലെ തന്നെ എടുത്തിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ ഞാനിപ്പം ചീസ് കുറച്ച് സമയം ഒന്നങ്ങ് ഫ്രിഡ്ജിൽ വെച്ചതാണ്. ഫ്രീസറിലാണ് വെച്ചത്, പെട്ടെന്നൊന്നായി കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ശരിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കാണിക്കാം.
അപ്പോൾ സാധാരണ നമ്മൾ വെജിറ്റബിൾ ഗ്രേറ്റർ എടുത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് ഗ്രേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ട് തന്നെ വേണമെന്നില്ല, ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പം നല്ലൊരു വെലിവൊക്കെ ഉള്ള നല്ല സ്റ്റിക്കി ആയിട്ട് കിട്ടുന്നൊരു ചീസ് തന്നെയാണിത്. ഗ്രേറ്റ് ചെയ്യാനും നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ വീഡിയോ കണ്ടിട്ട് വീട്ടിലെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാനിപ്പോൾ ഒരു പാക്കറ്റ് പാല് വെച്ചിട്ടാണ് ചെയ്തത്, അത് തന്നെ ഇത്രയും കിട്ടിയിട്ടുണ്ട്. അപ്പം വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും നിങ്ങൾ മറക്കരുത്. വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്. എന്നിട്ട് എന്നോട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ അടുത്തൊരു റെസിപ്പിയുമായി നമുക്ക് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം മൈമുൻസ് കിച്ചൻ. താങ്ക് യു.